നീ എന്താ അവിടെ കാട്ടണേ? നീ വന്നേ, നീ അവിടെ പോയി ചാല് കയറിയേ, ഇവിടെ കിടന്ന് കളിക്കാതെ. ആ చచ్చే పొద్దున నడుస్తా అనుకుంటే అది కూడా వీళ్ళు పడనివారు ఈ మనుషులు. అసలు ఒక ఆడదాంతో ఏళ్ళు ప్రవర్తించారో ఎప్పుడు వేసుకుంటారు. ఏయ్యా నీకు అమ్మ అక్క చెల్లెల్లేరా? రాండాని ఈ దేశం మరి పాడైపోయింది. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാനൊരു ആന്ധ്രാക്കാരിയായിരുന്നു. ഗുൾട്ടി. തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും പറയാൻ അറിയാത്തൊരു ജമുന റാണി. അതിന്റെ ഹാങ് ഓവറാ. ഇനിയിപ്പോ നേരെ ആയിക്കോളും. ടെലഗ്രാം കിട്ടിയോ? ഇതെന്ത് ചോദ്യം? ടെലഗ്രാം കിട്ടാതെ ഞാൻ ഈ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പോണം മാഷേ. ഇത് നടക്കാൻ കൊതിയായിട്ടാ. എപ്പോഴും ഈ അടച്ചുമൂടിയ മുറികളിലിരുന്ന് മതിയായി. നമുക്ക് നടക്കാം കൺട്രാക്ടറെ. വെള്ള കീറുന്നത് വരെയെങ്കിലും നടക്കാം. ാണാവോ ഈ നേരത്ത് ഇതിനെ കൊണ്ട്? എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നാണേലും ജാക്കി ജാക്കിയതാ, ഇന്റർനാഷണൽ ജാക്കി. പിന്നെ സ്ഥലവാസികൾക്ക് 5 മണി വരെ പാതിരാത്രിയുടെ ലൈസൻസ് ഉള്ളതാണ്. ഒന്ന് കളയണം സാറേ. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇപ്പോ ചാടിക്കയറി തിന്നുന്നെങ്കിൽ അങ്ങ് തിന്നോണ്ട് പോട്ടെ. നമുക്ക് നടക്കാന്നേ. നമുക്ക് ടാക്സി ഓടിച്ചാലോ? അങ്ങനെ ഇപ്പൊ വേണ്ട. ഒരു മടിയൻ. നടക്ക് നടക്ക്. മടത്തി ചേർന്നതിന്റെ പ്രൂഫായിട്ട് അന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. വീട്ടിലയക്കാൻ. കാണണോ? തമാശയാ. വേഷം എങ്ങനെ? നിന്നെ പോലെ മൊഹസ്സയുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും യോജിക്കുന്ന വേഷം. അപ്പോ എന്റെ ഏറ്റവും സ്യൂട്ടബിൾ ഡ്രസ് ഇതാണെന്നാണ് പറയുന്നത്? അതെ. ഇതല്ലെങ്കിൽ പിന്നെ ഒരു വേഷം ഇല്ലാതെ. ജയിൽ പുള്ളികളെ പോലെ അല്ലാതെ
നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടാൻ പറ്റിയാൽ നന്നായിരുന്നു. അതിപ്പോ ഒരല്പം മുറ്റവും ഇറങ്ങി നിന്നാൽ ഒരിത്തിരി കാറ്റും. മുറികൾ എനിക്കിനി വയ്യ. പണ്ട് ജീവിതം മടുത്ത പോലെ ഇപ്പൊ മുറികളും മടുത്തു. ചുവരുകൾ, ചുവരിനുള്ളിലെ ചുവരുകൾ, സൈഡ് റൂമിന്റെ, ബെഡ്റൂമിന്റെ, ബാത്റൂമിന്റെ എല്ലായിടത്തും ചുവരുകൾ. അവിടുന്ന് വിട്ടാൽ ഓടുന്ന ചുവരുകൾ, കാറിന്റെയോ ട്രെയിനിന്റെയോ ചുവരുകൾ. ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ഒഴിഞ്ഞ വീട് വല്ലതും ഉണ്ടെന്ന് തിരക്കി നോക്കണം. നമുക്കൊരു സൗകര്യം വേണ്ട. മേലേക്ക് നോക്കിയ മേഘങ്ങൾ കാണണം, രാത്രിയും പകലും. അത്രേ വേണ്ടു. ഒരു വീടുണ്ട്, പക്ഷേ ക്ലാര അവിടെ വരുമെന്ന്. ആരും താമസമില്ലാത്ത വീടാ. പക്ഷെ അത് ആ തങ്ങളിന്റെ ഓർമ്മയില്ലേ? സാരമില്ല, പോവാം. പക്ഷേ കഴിയുമെങ്കിൽ അയാളെ കാണാതെ കഴിച്ചാൽ നന്നായിരുന്നു. പേടിയാ? പേടിയല്ല, പക്ഷേ എനിക്കെന്തോ ആ മനുഷ്യനെ കാണാൻ വയ്യ. എത്രയൊക്കെ ആയാലും ഞാൻ അയാളെ ചതിച്ചവളാണല്ലോ. ആളവിടെ ഉണ്ട്. ഒതുക്കിയെടുത്തേ, ഒരു മിനിറ്റ്. ആക്സിഡായത് നന്നായി. അവനവിടെ പോയിട്ടുള്ളതാ. പിന്നെന്താ, ഒരു സൗകര്യമില്ല. ആൾവാസില്ലാതെ കിടക്കണ ഇടല്ലേ. അത് സാരമില്ല. എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ഒന്ന് കൂക്കിയാൽ മതി. താഴെ വീട്ടിൽ നിന്നൊരു ചെക്കൻ വരും, അവൻ വാങ്ങിച്ചോണ്ട തരും. ഒരു 1-2 ദിവസം അവിടെ ഉണ്ടാവില്ലേ? അറിയില്ല. ആ പെൺകുട്ടി എന്നെ കുറിച്ച് വല്ലതും തിരക്കിയോ? തമ്മി കാണാതെ കഴിക്കണമെന്ന് പറഞ്ഞു. താഴെ കാറിലിരിപ്പുണ്ട്. വേണ്ട, കാണണ്ട. അത്ഭുതം തോന്നാ. അന്ന് ഞാൻ നേരിട്ട് വന്ന് കയറേണ്ട ഇടമാണിത്. അത്തവണ ഇവിടം ഒഴിവാക്കി ഞാൻ ഓടിപ്പോയി, വലിയൊരു മിടുക്കുപോലെ. ഇന്നിപ്പോ താക്കോൽ എരന്നു വാങ്ങി ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. എന്താത്? നേരത്തെയും കേട്ടു. ഭ്രാന്തന്റെ നിലവിളി. അവിടെ എവിടെ ഒരു വീട്ടില് ഒരാമത്തിൽ ഒരു ഭ്രാന്തൻ കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ചെക്കനാ പറഞ്ഞ് ആമത്തി കിടന്നു പറഞ്ഞിട്ട് കാലിൽ വ്രണായി. അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ. എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്. എന്തിനാ എന്നെപ്പറ്റി ആ കുട്ടിയോട് പറയാൻ പോയത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പറയാൻ എനിക്കാകെ ഈ ഒരു കഥയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു. വേണ്ടിയിരുന്നില്ല. ആ കുട്ടിക്ക് വെറുതെ ഒരു മനപ്രയാസത്തിന്. രാധയ്ക്ക് ആകെ പേടി ഒറ്റ പെണ്ണിനെ ഉള്ളൂ. നീ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നു. അതെ, ഇവിടെ ഒക്കെ തണുത്തിട്ടുണ്ടാവും. ആഹാ, എങ്ങനെയുണ്ട്? കുറച്ച് തണുത്തന്നേ ഉള്ളൂ, എന്നാലും നല്ല എരിവ്. ദൂരെ ഉണ്ടേ,
അവിടുന്ന് ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു നേരം ആവുവേ. പിന്നെ എങ്ങനെയാ തണുക്കാണ്ടിരിക്കുക? ഞാൻ വരാട്ടോ. വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു, ഇത്തവണ അന്നത്തെ പോലെ ക്ലാരയെ ഞാൻ കെട്ടട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു? പക്ഷെ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന്. വന്നിരുന്നെങ്കിൽ? വന്നില്ലല്ലോ. ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധയെക്കുറിച്ചാ. നന്നായി. ആദ്യമായിട്ട് മോഹം തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടാന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ, നല്ല കുട്ടികൾക്കേ കിട്ടൂ. ക്ലാരയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹം തോന്നിയിട്ടുള്ളത് ആരോടാവും? കൺട്രാക്ടറോട് തന്നെ. ആദ്യമായിട്ടും അവസാനമായിട്ടും. HK ലാൽവാനി, ബോംബെ. ആരേത്? ഒരു മാർവാടി പയ്യനാ. പുള്ളി ആദ്യം മീറ്റ് ചെയ്ത ഉടനെ എന്നെ കല്യാണം കഴിക്കാൻ തിരക്കൂട്ടിയ ആളാ, നമ്മളെപ്പോലെ. എന്നിട്ടെന്താ, പയ്യൻ അവന്റെ അച്ഛനെയും അമ്മയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നളഞ്ഞു. പിന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ആരാ ഈ കക്ഷി? എല്ലാ സ്റ്റേറ്റിലും ഓഫീസും ഫോണും ഒക്കെ ആയിട്ട്. മോനി ജെ ജോസഫ്, ഹൈദരാബാദ്. മലയാളിയാ? മൂവാറ്റുപുഴ. പക്ഷെ പുള്ളി ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് കാലായി. എ വെരി നൈസ് മാൻ. സ്ഥിരം ഫ്രണ്ടാ എന്ന് പറഞ്ഞൂടാ. മൂപ്പർക്കും ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. ബാച്ചിലർ പ്ലേ ബോയാ? അല്ല, ഈസ് എ വിധവ. ഭാര്യ മരിച്ചതാ ഒരു ആക്സിഡന്റില്. കളവനാ? മോനെ തടി കൺട്രാക്ടറെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ തിരക്കുന്നത്? ഓർക്കുന്നത് അതല്ലേ, ഇത്തവണ മാത്ര മഴ പെയ്യാഞ്ഞത്. അതിന്റെ അർത്ഥം ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും. അല്ല. എന്തിനാ ഇനി നമ്മൾ കാണുന്നേ? എനിക്കും അറിയില്ല. പക്ഷേ ഇനി കാണില്ല എന്ന് പറഞ്ഞ് പിരിയണ്ട. എന്റെ ഈ വരവ് രാധയ്ക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല. രാധ അറിയരുത് നമ്മൾ തമ്മിൽ കണ്ടത്. ഇല്ല. എങ്കിൽ കാണില്ല എന്ന് പറഞ്ഞ് ഇത്തവണ പിരിയണ്ട. പക്ഷെ എന്നായാലും ഒരിക്കൽ നമ്മൾ പിരിയേണ്ടവരാണ്. എങ്ങനെ അറിയാം? എനിക്കറിയാം. രാധ മണ്ണാർത്തുടിയിൽ വരുന്ന ദിവസം വരെ മാഷക്ക് ക്ലാരയെ കാണാൻ കിട്ടുള്ളൂ. എന്നാ പോട്ടെ തടി കൺട്രാക്ടറെ.
എന്നാൽ ഇതിനിടയ്ക്ക് എത്രയോ വിക്രിയകൾ, എന്തൊക്കെ ഉല്ലാസങ്ങൾ. അതിനിടയിലൊക്കെ ചിലപ്പോ ഏതോ 1-2 പെൺകുട്ടികളും വന്നു പോയിരുന്നു. അവിടെയൊക്കെ ഞാൻ പഴയ ഞാൻ തന്നെ നിന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു, ക്ലാര വന്നാൽ. ഏതായാലും വന്നില്ലേ, വന്നു പോയില്ലേ? പോയി. ഇനി വരില്ല. വന്നാലും ജയേട്ടൻ കാണാൻ പോവാതിരുന്നാ മതി. പോവോ? പോവില്ല. എനിക്ക് ഈ ഒരു ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തന്നിട്ട് വേണേ തെറ്റിച്ചോളൂ, ഞാൻ അറിയാതെ. അങ്ങനെ ഒരു വാക്ക് തന്നിട്ട് കാര്യണ്ട്. ജയേട്ടൻ വാക്ക് തരൂ. വാക്ക് ഇനി ഈ വാക്ക് തെറ്റിക്കാൻ ജയേട്ടൻ വിചാരിച്ചാലും നടക്കില്ല. എങ്കിൽ രക്ഷപ്പെട്ടു. ഇനി എന്റെ വാക്ക്. ജയേട്ടൻ ഇപ്പൊ തന്നെ ഈ വാക്ക് തെറ്റിച്ചാൽ, തെറ്റിച്ചോന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ രാധ ജയേട്ടന്റേതായിരിക്കില്ല. അല്ല ബാബു, ഉമ്മക്ക് അവനെ കാച്ചിയാലോ? അതെ, കാച്ചികളയാം. അല്ല, നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ, അതല്ലേ ഭേദം. അതെ. ആ എന്നാണീറ്റേ. അതെ, ആരെ തട്ടാൻ പോണേ? നമ്മടെ രാമനെണ്ണ ആരെ? നമ്മള് കാച്ചാൻ പോവാ. പോവാം. അല്ല, ഇപ്പോ എങ്ങനെ തട്ടാന്ന? തട്ടെന്ന് പറഞ്ഞാ തട്ട് തന്നെ, അല്ലാതെങ്ങനെ? അപ്പോ നേരെ എങ്ങനെ നേറി രാവണ നേരെ പിടിച്ച് തട്ടിക്കളയാ, അങ്ങനെയാണോ? അല്ല, മിക്ക പെരിച്ചാഴിനെ കയ്യും കാലും കെട്ടി ഇനി കൊണ്ടുവരാം. എന്നിട്ട് നമുക്കവനെ ഡാമിന്റെ മുകളിൽ കൊണ്ട് ഞാൻ താഴേക്ക് എറിയാം. എന്താ ബാബു? അത്ര തന്നെ. അല്ല, അപ്പൊ വേറൊരു പ്രശ്നമില്ലേ? ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ടല്ലേ അങ്ങനെ താമസം? അതെ. അപ്പൊ അവരൊന്നും ഒച്ച വയ്ക്കില്ലേ? ഒച്ചയും വിളിയും ഉണ്ടായ നാട്ടുകാർ കൂടില്ലേ? ബാബു, വണ്ടി നിർത്ത്. നീ വണ്ടി നിർത്തിക്കടാ. ഒരു വഴിയുണ്ട്. നമുക്ക് നാരദ വീടിന് തീ വെച്ച് കളയാം. ഒരെത്തുമ്പോ എല്ലാരും കൂടെ ഇറങ്ങി ഓടില്ലേ? ആ ബഹളത്തിനിടയില് നമുക്ക് ആരെയും കാണാതെ മൂപ്പരെങ്ങി പിടിച്ചോണ്ടുവരാം. ചുരുട്ടി ടിക്കിന്റെ ഉള്ളിലാക്കാം. ആകെ ബഹളമില്ലേ? ഒരെത്തല്ലേ? ഏത് കാറ് ആര് കൊണ്ടുപോയി? അത് ഐഡിയ. പെട്രോളും ബന്ധമൊക്കെ റെഡിയല്ലേ? സകലതും റെഡി. ആരാ അവിടെ? ഞാനാ. എന്താ മെന്നെ, കുഴപ്പം വലുതുണ്ടോ? ഇങ്ങോട്ട് വരണമെന്നാര്? ഒരു ചെറിയ കുഴപ്പം. പാതിരായിക്ക് എന്താ പതിവില്ലാത്തൊരു കാറെന്ന് നോക്കുകയായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു നേരില്ലാത്ത നേരത്ത്? ഏയ്,
ഇനി ഞാൻ കയ്യൊന്നെടുത്ത് നോക്കട്ടെ മിണ്ടോന്ന്. എന്നെ കൊല്ലല്ലേ. കിടന്ന് തൊള്ളോർന്ന പൊന്നോളെ ഞാൻ ഒഴിഞ്ഞു തരാവേ. കൊല്ലും മിണ്ടല്ലേ. ഇനിയിപ്പോ അങ്ങോട്ട് ഒഴിഞ്ഞു തരികയൊന്നും വേണ്ട. ഡാമി കൊണ്ട് കളയാൻ പോവാ. അയ്യോ, എന്റെ 5 പിള്ളേരും തള്ളയും തമ്പുരാന്. വേണമെന്നില്ല, ഇനി ഉച്ചക്കില്ല. ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആവാം. രാമ 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 രാമ